ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICC ബോർഡ് എക്സാംസിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പീരിയോഡിക് പ്രോപ്പർട്ടീസ്. ഓക്കെ, എല്ലാ വർഷവും ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഷുവറായിട്ടും മാർക്സ് നമുക്ക് കിട്ടാവുന്ന ഒരു ടോപ്പിക്കാണ് ഈ പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. സോ നമുക്ക് പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നോക്കാം. അപ്പം എന്താണ് പീരിയോഡിക് പ്രോപ്പർട്ടീസ്? പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സയൻറ്റിസ്റ്റുകളൊക്കെ ഈ പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്ത ടൈമിൽ ഇപ്പം ലെഫ്റ്റ് ടു റൈറ്റ് ഒരു പീരീഡിൽ നമ്മൾ അക്രോസ് ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന ടൈമിലും അല്ലെങ്കിൽ ഒരു ഡൗൺ എ ഗ്രൂപ്പ് പോകുന്ന സമയത്ത് ആറ്റംസ് ഒരു റെഗുലർ പാറ്റേൺ, ചില പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യും, ഒരു റെഗുലർ പാറ്റേണിൽ ചേഞ്ച് ചെയ്യുന്നതായിട്ട് കണ്ടു. ഓക്കെ, അങ്ങനെ റെഗുലർ പാറ്റേണിൽ ചേഞ്ച് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് എന്തെന്ന് വിളിച്ചത്? പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് വിളിച്ചത്. ഓക്കെ, properties that change in a regular pattern in the periodic table across a period or down the group. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിനായിട്ടും 5 പീരിയോഡിക് പ്രോപ്പർട്ടീസാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് സൈസ് അല്ലെങ്കിൽ അറ്റോമിക് റേഡിയസ്. ഓക്കെ, ദെൻ അയണൈസേഷൻ എനർജി ഓർ അയണൈസേഷൻ പൊട്ടൻഷ്യൽ, ദെൻ ഇലക്ട്രോൺ അഫിനിറ്റി, then electronegativity and then metallic character. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ പ്രോപ്പർട്ടീസായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്നത് അറ്റോമിക് സൈസ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അറ്റോമിക് സൈസ് എന്ന് വെച്ചാൽ എന്താ? ഒരു ആറ്റത്തിൻ്റെ സൈസിനെ പറ്റി പറയാം. അറ്റോമിക് സൈസ്, ഹൗ ബിഗ് ആൻ ആറ്റം ഈസ്. ഒരു ആറ്റം എത്ര വലിയതാണ്, അതിന് എത്ര വലിപ്പമുണ്ട്, അതാണ് എന്തെന്ന് പറയുന്നത് അറ്റോമിക് സൈസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ആറ്റത്തിൻ്റെ സൈസ് എടുക്കുന്നത്? ഇങ്ങനെയാണ്. നമുക്ക് ഒരാറ്റം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയുണ്ട്? ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും അല്ലേ. സെൻറ്ററിലൊരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ന്യൂക്ലിയസിന് എറൗണ്ടായിട്ട് എന്തൊക്കെയുണ്ടായിരിക്കും? ഷെൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഒരാറ്റത്തിലുള്ള പാർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ. പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. അതാണ് ഒരു ആറ്റത്തിലുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പം ഈ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് എവിടെയായിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ളത്? ന്യൂക്ലിയസിലായിരിക്കും പ്രോട്ടോണും ന്യൂട്രോണും പ്രസൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഈ ഇലക്ട്രോൺസ് എവിടെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? ഈ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെൽസിലായിരിക്കും ആര് പ്രസൻ്റ് ആയിട്ടുള്ളത്? ഇലക്ട്രോൺസ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺസിൻ്റെ ചാർജും പ്രോട്ടോൺസിൻ്റെ ചാർജും അറിഞ്ഞിരിക്കണം. ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജാണുള്ളത്, പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജാണ് ഉള്ളത്. അപ്പം ഒരു ആറ്റത്തിൻ്റെ സൈസ് എങ്ങനെയാണ് നമ്മൾ എടുക്കുക? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ഉണ്ട്, ചുറ്റും ഓർബിറ്റൽസ് ഉണ്ട് അല്ലേ. അപ്പം ഈ ന്യൂക്ലിയസിൻ്റെ സെൻറ്റർ തൊട്ട് ഔട്ടർ ഷെല്ല് വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് ഒരു ആറ്റത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഡെഫിനിഷനായിട്ട് പറഞ്ഞാൽ അറ്റോമിക് സൈസ് ഓഫ് ആൻ ആറ്റം ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ന്യൂക്ലിയസ് ടു ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ആൻ ആറ്റം. ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ സെൻറ്റർ തൊട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ല് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? അറ്റോമിക് സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്കിനി അറ്റോമിക് സൈസിൻ്റെ ട്രെൻഡ് എങ്ങനെയാണ്, ഒരു ഗ്രൂപ്പിൽ എങ്ങനെയായിരിക്കും, പീരീഡിൽ എങ്ങനെയായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പം ഫസ്റ്റ് നമുക്കൊരു പീരീഡിലെ കാര്യം നോക്കാം. അപ്പോൾ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു പീരിയോഡിക് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇങ്ങനെയുള്ള ഹൊറിസോണ്ടൽ റോസിനെയാണ് എന്തെന്ന് പറയുന്നത്? പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു പീരീഡിൽ എങ്ങനെയായിരിക്കും ട്രെൻഡ് ഇൻ അറ്റോമിക് സൈസ് എന്ന് നോക്കാം. എങ്ങനെയായിരിക്കും? നമ്മൾ അക്രോസ് എ പീരീഡ് ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന സമയത്ത് എന്ത് പറ്റും? സൈസ് ഓഫ് ദ ആറ്റം ഡിക്രീസ് ചെയ്യും, അല്ലെങ്കിൽ അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യും അല്ലേ. അപ്പം ഇങ്ങനെ അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യാനുള്ള റീസൺ എന്താണെന്നറിയോ? നമ്മളിപ്പം ഒരു പീരീഡ് എടുക്കാം, സെക്കൻഡ് പീരീഡ്. ഓക്കെ, സെക്കൻഡ് പീരീഡിലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? പീരീഡ് 2 ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ ആൻഡ് ദെൻ നിയോൺ. ഓക്കെ, ഇവരാണ് സെക്കൻഡ് പീരീഡിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ,
ഈ സെക്കൻഡ് പീരീഡ് നമ്മൾ എടുക്കുമ്പോൾ ലിഥിയം അറ്റോമിക് നമ്പർ 3 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും 2 1 അല്ലേ. ബെറിലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്താണ് 4 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും 2 2. ബോറോൺ ആകുമ്പം 2 5 അറ്റോമിക് നമ്പർ 5 2 3 2 3. കാർബൺ ആകുമ്പം 2 4. കാർബൺ 2 4. നൈട്രജൻ 2 5. ഓക്സിജൻ 2 6. ഫ്ലൂറിൻ 2 7. നിയോൺ 2 8. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കേസിൽ നോക്കിക്കേ, എല്ലാത്തിനും 2 1 2 2 2 3. അപ്പം എത്ര ഷെൽസ് ഉണ്ട്? ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ. ലിഥിയത്തിൻ്റെ കേസാണെങ്കിൽ ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ. നെക്സ്റ്റ് ബെറിലിയം എടുത്താൽ ഇതാ ഫസ്റ്റ് ഷെല്ല് 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ല് 2 ഇലക്ട്രോൺ. അങ്ങനെ എല്ലാവർക്കും എത്ര ഷെൽസ് ആണുള്ളത്? 2 ഷെൽസ് ആണുള്ളത് അല്ലേ. അപ്പം ഒരു പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരീഡ് നമ്പർ, ഒരു ആറ്റത്തിൻ്റെ പീരീഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ആറ്റത്തിൻ്റെ നമ്പർ ഓഫ് ഷെൽസിന് ഈക്വൽ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? പീരീഡ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ഷെൽസ് ഈസ് ഈക്വൽ ടു പീരീഡ് നമ്പർ. പീരീഡ് നമ്പറിന് ഈക്വൽ ആയിരിക്കും നമ്പർ ഓഫ് ഷെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പീരീഡ് നോക്കിക്കേ, നമ്മൾ ലിഥിയത്തിൽ നിന്ന് നിയോണിലോട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്ന ടൈമിൽ അറ്റോമിക് നമ്പർ 3 4 5 ഓരോന്നും ഇത് കൂടി വരിക അല്ലേ. അപ്പോൾ അറ്റോമിക് നമ്പർ കൂടുമ്പോൾ എന്താ ചെയ്യുക? അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻക്രീസ് ചെയ്യും അല്ലേ. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻക്രീസ് ചെയ്യും. പ്രോട്ടോൺസ് ഇൻക്രീസ് ചെയ്യുക മീൻസ് എന്താണ്? ന്യൂക്ലിയസിൽ ആരാണുള്ളത്? പ്രോട്ടോൺസ് ഉള്ളത്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ഈ പ്രോട്ടോൺസിൻ്റെ പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യുക മീൻസ് ന്യൂക്ലിയസ് ഒരു സ്ട്രോങ് പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസിൽ ക്രിയേറ്റ് ആവും. ദെൻ എന്ത് ചെയ്യും? അത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ അതിനടുത്തോട്ട് കൂടുതലായിട്ട് പുൾ ചെയ്ത് നിർത്തും. ഓക്കെ, അതിനടുത്തോട്ട് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്ത് ക്ലോസറായിട്ട് നിർത്താൻ നോക്കും. സോ അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് എന്ത് പറ്റും? ഈ പോസിറ്റീവ് ചാർജ് ഓഫ് പ്രോട്ടോൺ, അതായത് അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രോട്ടോൺസ് ഇൻക്രീസ് ചെയ്യും. സോ പോസിറ്റീവ് ചാർജിൻ്റെ ന്യൂക്ലിയസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും അല്ലേ. അപ്പോഴത്തേക്കും ഈ പോസിറ്റീവ് ചാർജ് കുറച്ചുകൂടി സ്ട്രോങ് ആവും. സോ ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെ കൂടുതലായിട്ട് അടുത്തോട്ട് നിർത്തും. സോ ഇവിടെ എത്ര ഷെൽസ് ഉണ്ട്? 2 ഷെൽസാണ് ഉള്ളത്. ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഏതാ? സെക്കൻഡ് ഷെല്ലാണ്. എല്ലാത്തിൻ്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലെന്ന് പറയുന്നത് സെക്കൻഡ് ഷെല്ലാണ് അല്ലേ. അപ്പം എന്ത് ചെയ്യും? ഈ നമ്മൾ ലിഥിയത്തിലോട്ട് നോക്കുമ്പോൾ എങ്ങനെയാണ്? ലിഥിയത്തിൽ 3 പ്രോട്ടോൺസ് ആണുള്ളത്. ബെറിലിയത്തിലാകുമ്പോൾ 4 പ്രോട്ടോൺസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? പോസിറ്റീവ് ചാർജസ് ഇൻക്രീസ് ചെയ്ത് വരുവാണ്. സോ സെക്കൻഡ് ഷെല്ലിനെ ന്യൂക്ലിയസിനോട് ക്ലോസർ ആക്കി നിർത്തും. ആര്? പ്രോട്ടോൺസ് അതായത് പോസിറ്റീവ്ലി ചാർജ് പ്രോട്ടോൺസ്. സോ സൈസ് ഓഫ് ദ ആറ്റം എന്ത് ചെയ്യും? ലെഫ്റ്റ് ടു റൈറ്റിൻ്റെ പീരീഡിൽ ഡിക്രീസ് ചെയ്യും. ഓക്കെ ആണോ? സൈസ് ഓഫ് ദ ആറ്റം ഡിക്രീസ് ചെയ്യും പീരീഡിൽ. ഓക്കെ, ഷെൽ നമ്പർ എന്തായിരിക്കും? ഷെൽ നമ്പർ ഒരു എക്രോസ് എ പീരീഡ് പോകുമ്പം ഷെൽ നമ്പർ സെയിം ആയിരിക്കും എക്രോസ് എ പീരീഡ്. പക്ഷേ ആര് ചേഞ്ച് ചെയ്യും? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് മീൻസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്താണ്? പോസിറ്റീവ് ചാർജ് ഇൻ ദ ന്യൂക്ലിയസ് ഇൻക്രീസ് ചെയ്യും. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും എക്രോസ് എ പീരീഡ്. സോ ഈ ഇൻക്രീസ് ചെയ്യുന്ന പോസിറ്റീവ് ചാർജ് ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ അതിൻ്റെ അടുത്തോട്ട് പുൾ ചെയ്ത് നിർത്തും. സോ എന്ത് ചെയ്യും? ഷെല്ല് ന്യൂക്ലിയസിലോട് ക്ലോസറായിട്ട് നിൽക്കാൻ ശ്രമിക്കും. അപ്പം സൈസ് ഓഫ് ദ ആറ്റം എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ക്ലിയർ ആണോ? അതേ കണക്ക് നമ്മൾ തേർഡ് പീരീഡ് എടുക്കുക. തേർഡ് പീരീഡിലുള്ള എലമെൻറ്റ്സ് ആണ് സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ ആൻഡ് ആർഗൺ. അപ്പം ഇതും എങ്ങനെയായിരിക്കും? ലെഫ്റ്റ് ടു റൈറ്റിലോട്ട് പോകുമ്പോഴത്തേക്കും സൈസ് ഓഫ് ദ ആറ്റം എന്ത് ചെയ്യും? സോഡിയം ആർഗണിലെത്തുമ്പോഴത്തേക്കും സൈസ് ഓഫ് ദ ആറ്റം ഡിക്രീസ് ചെയ്യും. അപ്പം തേർഡ് പീരീഡിലെ ഏറ്റവും വലിയ എലമെൻ്റ് ആരായിരിക്കും? സോഡിയം ആയിരിക്കും. ഓക്കെ, ഏറ്റവും ചെറിയ ആളാരായിരിക്കും? ആർഗൺ ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പം ഒരു പീരീഡിൽ അക്രോസ് എ പീരീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ് സൈസ് ഓഫ് ദ ആറ്റം എന്താണ് ചെയ്തത്? ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡൗൺ എ ഗ്രൂപ്പ് നോക്കാം.
അറ്റോമിക് സൈസിന് എന്താണ് പറ്റുന്നതെന്ന്. അപ്പം അറ്റോമിക് സൈസ് നമ്മൾ ഒരു ഗ്രൂപ്പിൽ ഡൗൺ പോകുന്ന സമയത്ത്, ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, വെർട്ടിക്കൽ കോളംസ് ഇൻ എ പീരിയോഡിക് ടേബിൾ. ഓക്കെ, പീരിയോഡിക് ടേബിളിലെ വെർട്ടിക്കൽ കോളംസ് ആണ് ഇത് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു ഗ്രൂപ്പിൽ ഡൗൺ പോകുന്ന സമയത്ത് അറ്റോമിക് സൈസ് എന്താണ് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് എക്സാമ്പിളായിട്ട് ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കാം, ഗ്രൂപ്പ് 1. അപ്പം ഈ ഗ്രൂപ്പ് 1നെ വിളിക്കുന്ന നെയിം എന്താണ്, ആൽക്കലി മെറ്റൽസ്. ഓക്കെ, ആൽക്കലി മെറ്റൽസ് എന്നാണ് ഗ്രൂപ്പ് 1നെ വിളിക്കുന്നത്. അപ്പം ഗ്രൂപ്പ് 1ലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷിയം, ഫ്രാൻസിയം. ഇവരാണ് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം. ലിഥിയം എന്ന് പറയുമ്പം അറ്റോമിക് നമ്പർ 3 ആണ് അല്ലേ. കോൺഫിഗറേഷൻ എത്ര ആയിരിക്കും, 2 1 ആയിരിക്കും. ഓക്കെ, അടുത്ത നെക്സ്റ്റ് പൊട്ടാസ്യം അറ്റോമിക് നമ്പർ 11 ആണ്. അപ്പോൾ കോൺഫിഗറേഷൻ എത്ര ആയിരിക്കും, 2 8 1. 8 + 2 10 + 1 11. ഓക്കെ, 19. പൊട്ടാസ്യം 19 ആണ്. 2 8 8 1 അല്ലേ. അപ്പോൾ താഴോട്ട് പോകുന്നതനുസരിച്ച് എന്താ കാണുന്നത്, ഒരു ഷെല്ല് ഇൻക്രീസ് ആവുന്നുണ്ടല്ലേ. ഇപ്പം ലിഥിയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 2 ഷെല്ലാണുള്ളത്. സോഡിയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 3 ഷെല്ല്. പൊട്ടാസ്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 4 ഷെല്ല്. അപ്പം എന്താണ്, ഷെൽ നമ്പർ ഡൗൺ എ ഗ്രൂപ്പ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഷെൽ നമ്പർ ഇൻക്രീസ് ചെയ്യാൻ മീൻസ് എന്താണ്, ഇപ്പോൾ ഫസ്റ്റ് ലിഥിയം ആണെങ്കിൽ എത്ര ഷെൽസ് ഉണ്ട്, 2 ഷെല്ല് അല്ലേ. സോഡിയം ആകുമ്പോൾ എത്രയാണ്, 3 ഷെല്ല്. അപ്പം ആറ്റം ഒന്നും കൂടി ബിഗറായി അല്ലേ. പൊട്ടാസ്യം ആകുമ്പോൾ എന്താ, വീണ്ടും 1 ഷെല്ല്, 4 ഷെല്ല്. അപ്പോൾ എന്ത് പറ്റി, ആറ്റം വീണ്ടും ബിഗറായിട്ട് മാറി അല്ലേ. അപ്പം നമ്പർ ഓഫ് ഷെൽസ് എന്ത് ചെയ്യും, ഡൗൺ എ ഗ്രൂപ്പ് എന്ത് ചെയ്യും, നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നമ്പർ ഓഫ് ഷെൽസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. ഇനി ന്യൂക്ലിയർ ചാർജ് എങ്ങനെയാണ്, ന്യൂക്ലിയർ ചാർജും ഇൻക്രീസ് ചെയ്യും. എന്തുകൊണ്ടാണ്, പോസിറ്റീവ്, അതായത് അറ്റോമിക് നമ്പർ എന്താണ് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ ഡൗൺ എ ഗ്രൂപ്പിൽ. സോ ന്യൂക്ലിയർ ചാർജും ഇൻക്രീസ് ചെയ്യും. ബട്ട് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഔട്ടർ മോസ്റ്റ് ഷെൽ എങ്ങനെയായിരിക്കും, ഇപ്പം നമ്മൾ ലിഥിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ സെക്കൻഡ് ഷെല്ലാണ് അല്ലേ. സെക്കൻഡ് ഷെല്ലാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലെന്ന് പറയുന്നത്. സോഡിയത്തിൻ്റെ കേസിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലെന്ന് പറയുന്നത് എന്താണ്, തേർഡ് ഷെല്ലാണ്. പൊട്ടാസ്യത്തിൻ്റെ കേസിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്ന് പറയുന്നത് 4th ഷെല്ലാണല്ലേ. അപ്പം ഈ കേസിലെല്ലാം എന്ത് പറ്റി, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ ഡിസ്റ്റൻസ് എവിടെ നിന്ന് കൂടി, ന്യൂക്ലിയസിൽ നിന്ന് കൂടി. ഓക്കെ, അപ്പം ന്യൂക്ലിയസിൽ നിന്ന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലോട്ടുള്ള ഡിസ്റ്റൻസ് കൂടുമ്പം എന്ത് പറ്റും, അട്രാക്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതായത് ദൂരെ ആയിരിക്കുമല്ലോ ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. സോ ഇത്രയും ദൂരെയുള്ള ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അട്രാക്ട് ചെയ്യുന്നത് ഡിഫിക്കൽട്ടായിരിക്കും. ഇത് മാത്രമല്ല, ഇപ്പോൾ 4th ഷെല്ലിൽ, അതായത് ഇപ്പോൾ പൊട്ടാസ്യം എടുക്കുകയാണെങ്കിൽ 4th ഷെല്ലാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ല്. ഓക്കെ, അതിന് മുന്നേ 3rd ഷെല്ലുണ്ട്, സെക്കൻഡ് ഷെല്ലുണ്ട്, ഫസ്റ്റ് ഷെല്ലുണ്ട്. അപ്പം ഈ ഔട്ടർ, അതായത് ഇന്നറായിട്ട് നിൽക്കുന്ന ഷെൽസ് ഉണ്ടല്ലോ, ഈ ഇന്നറായിട്ടുള്ള നിൽക്കുന്ന ഷെൽസ് ഒരു ഷീൽഡ് പോലെ ആക്ട് ചെയ്യും ഔട്ടർ മോസ്റ്റ് ഷെല്ലിനും ന്യൂക്ലിയസിനും ഇടയിൽ. ഓക്കെ, അട്രാക്റ്റ് ചെയ്യാതെ, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലും ന്യൂക്ലിയസും തമ്മിൽ അട്രാക്റ്റ് ചെയ്യാതെ ഒരു ഷീൽഡ് പോലെ ആക്ട് ചെയ്യും ഇന്നർ ഷെൽസ്. ഇപ്പം പൊട്ടാസ്യം എടുക്കുകയാണെങ്കിൽ 4th ഷെല്ലാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ല്. ഇന്നർ ഷെൽസ് ആരാ, 3rd ഷെൽ, സെക്കൻഡ് ഷെൽ, ഫസ്റ്റ് ഷെല്ലൊക്കെ ഇന്നർ ഷെൽസാണ്. ഈ ഇന്നർ ഷെൽസ് ന്യൂക്ലിയസിനും ഔട്ടർ മോസ്റ്റ് ഷെല്ലിനും ഇടയിൽ ഒരു എന്താണ്, ഷീൽഡ് പോലെ ആക്ട് ചെയ്യും. ഷീൽഡ് പോലെ ആക്ട് ചെയ്തിട്ട് ഈ അട്രാക്ഷനെ പ്രിവെൻറ്റ് ചെയ്യും. സോ ഈ ഒരു എഫക്റ്റിന് നമ്മൾ ഷീൽഡിങ് ഇഫക്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, സോ എന്ത് പറ്റും, ഈ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സൈസ് ഓഫ് ദ ആറ്റത്തിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഷെൽ നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡൗൺ എ ഗ്രൂപ്പിൽ എന്ത് ചെയ്യും, സൈസ് ഓഫ് ദ ആറ്റം ഓൾസോ ഇൻക്രീസസ്. ഓക്കെ, അപ്പം ഈ ഗ്രൂപ്പ് 1ൽ ഏറ്റവും ചെറിയ മെമ്പർ ആരായിരിക്കും, ലിഥിയം ആയിരിക്കും ഏറ്റവും ചെറിയ മെമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ലിഥിയം ആയിരിക്കും ഗ്രൂപ്പ് 1ൽ ഏറ്റവും ചെറിയ ആളെന്ന് പറയുന്നത്. ലിഥിയത്തിനായിരിക്കും സൈസ് കുറവ്. ദെൻ സോഡിയം, ദെൻ പൊട്ടാസ്യം, ദെൻ റുബീഡിയം, ദെൻ സീഷിയം, ദെൻ ഫ്രാൻസിയം. ഏറ്റവും വലിയ ആളാരായിരിക്കും, ഫ്രാൻസിയം ആയിരിക്കും. ഓക്കെ, സിമിലറായിട്ട് നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പ് നോക്കാം. സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻസിനെ എന്താ വിളിക്കുക, ഗ്രൂപ്പ് 2
ഗ്രൂപ്പ് 2നെ വിളിക്കുന്ന നെയിമാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഓക്കെ, ഈ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആരൊക്കെയാ? ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം. ഇതേ സെയിം തിങ് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഗ്രൂപ്പ് 2ലും. ഏത് ഗ്രൂപ്പിലായാലും സംഭവിക്കുന്ന ഇതാണ്. ഡൗൺ എ ഗ്രൂപ്പ് പോകുമ്പോൾ എന്ത് പറ്റും? ഓരോ ആറ്റംസ് കഴിയും തോറും ഓരോ ഷെല്ല് ഇൻക്രീസ് ചെയ്ത് വരും. ഓക്കെ, ഷെൽ നമ്പർ ഇൻക്രീസ് ചെയ്യും. ഷെൽ നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സൈസ് ഓഫ് ദ ആറ്റം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇവിടെയും എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. ബട്ട് എന്താണ് പറ്റുന്നത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ദ ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഇൻക്രീസ് ചെയ്യും. സോ അട്രാക്ഷൻ അത്ര നന്നായിട്ട് നടക്കില്ല. അത് കണക്ക് തന്നെ എന്ത് ചെയ്യും? ഇന്നർ ഷെൽസ് ഒരു ഷീൽഡ് പോലെ ആക്ട് ചെയ്യും. ഇന്നർ ഷെൽസ് ആക്ട് ലൈക്ക് എ ഷീൽഡ് ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഔട്ടർ മോസ്റ്റ് ഷെൽ. ഓക്കെ, അങ്ങനെ ഷീൽഡ് പോലെ ആക്ട് ചെയ്തിട്ട് ഇവർ തമ്മിലുള്ള അട്രാക്ഷൻസിനെ ആര് പ്രിവെൻറ്റ് ചെയ്യും? ഇന്നർ ഷെൽസ് പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ഷീൽഡിങ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഡൗൺ എ ഗ്രൂപ്പ് എന്ത് പറ്റും? സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ട്രെൻഡ് എങ്ങനെയായിരിക്കും? ഏറ്റവും ചെറിയ സൈസ് ബെറിലിയത്തിനായിരിക്കും, ഏറ്റവും വലിയ സൈസ് ബേരിയത്തിനായിരിക്കും അല്ലേ? ബെറിലിയം ലെസ് ദാൻ, മഗ്നീഷ്യം ലെസ് ദാൻ, കാൽഷ്യം ലെസ് ദാൻ, സ്ട്രോൺഷ്യം ലെസ് ദാൻ, ബേരിയം. ഏറ്റവും വലിയ ആൾ ബേരിയവും ഏറ്റവും ചെറിയ ആൾ ബെറിലിയവും ആയിരിക്കും. ഇതേ കണക്ക് നമുക്ക് 17th ഗ്രൂപ്പ് നോക്കാം. 17th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഇവരെന്താ നെയിം വിളിക്കുന്നത്? 17th ഗ്രൂപ്പ് എലമെൻറ്റ്സിന് വിളിക്കുന്ന നെയിമാണ് ഹാലോജൻസ്. ഓക്കെ, ഹാലോജൻസ്. ഗ്രൂപ്പ് 17 ആണ് ഹാലോജൻസ്. ഹാലോജൻസ് ആരൊക്കെയാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അല്ലേ? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇവരുടെ കേസിലും എങ്ങനെയായിരിക്കും? ഫ്ലൂറിൻ ആയിരിക്കും ഏറ്റവും ചെറിയ ആൾ. വലിയ ആളാരായിരിക്കും? അയഡിനിലേക്ക് അസ്റ്റാറ്റിൻ. ഏറ്റവും ലാസ്റ്റ് മെമ്പർ അസ്റ്റാറ്റിൻ ആയിരിക്കും ഏറ്റവും വലുതെന്ന് പറയുന്നത്. ഫ്ലൂറിൻ ലെസ് ദാൻ, ക്ലോറിൻ ലെസ് ദാൻ, ബ്രോമിൻ ലെസ് ദാൻ, അയഡിൻ ലെസ് ദാൻ, അസ്റ്റാറ്റിൻ. ഡൗൺ എ ഗ്രൂപ്പ് എന്താണ് പറ്റുന്നത്? സൈസ് ഓഫ് ദ ആറ്റം എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അറ്റോമിക് സൈസ് എന്ന് പറയുന്ന പീരിയോഡിക് പ്രോപ്പർട്ടി അക്രോസ് എ പീരീഡിൽ ഡിക്രീസ് ചെയ്യും, ഡൗൺ എ ഗ്രൂപ്പിൽ ഇൻക്രീസ് ചെയ്യും. ക്ലിയർ ആണോ? റീസൺസ് എല്ലാം ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു.